السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്. നാഫി വിശദീകരിക്കുന്നു, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട്, അല്ലെ അല്ലാഹുവിൻ്റെ റസൂലെ, ഞാൻ ഇഅ്തികാഫ് ഇരിക്കാൻ തീരുമാനിച്ചിരുന്നു ഇസ്ലാമിന് മുമ്പ്, അതായത് മുസ്ലിം ആവുന്നതിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ തീരുമാനം അല്ലെങ്കിൽ ആ നിയ്യത്ത് പൂർത്തിയാക്കണം. ഉമറിന് 2 പെൺ തടവുകാരെ കിട്ടിയിരുന്നു ഹുനൈൻ യുദ്ധത്തിൽ നിന്ന്. അത് അദ്ദേഹം മക്കയിലുള്ള ഏതാനും വീടുകളിലും കണ്ടായിരുന്നു വിട്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാനും പണിക്ക് വയ്ക്കുക, കാരണം അടിമയായിട്ടാണല്ലോ പിടിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുനൈനിൽ നിന്നുള്ള ആളുകളെ മുഴുവൻ മോചനദ്രവ്യം കൂടാതെ സ്വതന്ത്രനാക്കി അവരെല്ലാവരെയും. അപ്പോൾ അവരെല്ലാവരും സിറ്റി കൂടെ ഇറങ്ങി ഇങ്ങനെ നടക്കാൻ തുടങ്ങി. കാരണം അല്ലെങ്കിൽ അവർ അടിമകളാണ്, ആരെങ്കിലും വീട്ടിൽ ഫുൾ ടൈം പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ അപ്പോൾ ഇവരെ ഫ്രീ ആയി സാധാരണ സ്വതന്ത്രരായ മനുഷ്യരെ പോലെ കാണാൻ തുടങ്ങിയപ്പോൾ ഉമർ അദ്ദേഹത്തിൻ്റെ മോനോട് പറഞ്ഞു, അല്ലെ അബ്ദുള്ള, പോയി നോക്കിയാൽ എന്താ കാര്യം എന്ന്. അബ്ദുള്ള അവരോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തടവുകാരെ മുഴുവൻ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ വേഗം പോയി ആ 2 അടിമ സ്ത്രീകളെയും സ്വതന്ത്രരാക്കൂ എന്ന് പറഞ്ഞു. അതായത് മക്കയിൽ വിട്ടിട്ട് വന്നു എന്ന് പറഞ്ഞു. നാഫി കൂട്ടിച്ചേർക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജീറാനയിൽ നിന്ന് ഉംറ ചെയ്തിരുന്നില്ല. അദ്ദേഹം ഉംറ ചെയ്തിരുന്നുവെങ്കിൽ അത് അബ്ദുള്ളയിൽ നിന്ന് അറിഞ്ഞിരിക്കുമായിരുന്നില്ല, അല്ലെങ്കിൽ അബ്ദുള്ള അറിയാതിരിക്കാൻ യാതൊരു വഴിയും ഇല്ല. അന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല യാ റസൂലുള്ളാഹ് ഇന്നഹു കാന അലയ്യ ഇഅ്തികാഫു യൗമ ഫിൽ ജാഹിലിയ്യതി ഫഅമറഹു അൻ യഫിയ ബിഹി ഖാല വഅസാബ ഉമറു ജാരിയതൈനി മിൻ സബരി വഅസാബ ഉമറു ജാരിയതൈനി മിൻ സബി ഹുനൈനി ഫവദാഹുമാ ഫി ബഅദി ബുയൂതി മക്കത്ത ഖാല ഫമന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ സബി ഹുനൈനിൻ ഫജഅലു യസ്ഔന ഫി സികകി ഫഖാല ഉമറു യാ അബ്ദുല്ലാഹ് ഉൻദുർ മാ ഹാദാ ഖാല മന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ സബി ഖാല ഇദ്ഹബ് ഫർസിലിൽ ജാരിയതൈനി ഖാല നാഫിഉൻ വലം യതമിർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ജുറാനതി വലം ലം യഖ്ഫ അലാ അബ്ദില്ല. അംർ ഇബ്നു തഗ്ലിബ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മാനം കൊടുത്തു കുറച്ച് ആളുകൾക്ക്. അത് മറ്റുള്ളവർക്ക് കൊടുത്തതിനേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യത്യാസത്തിൽ ആയിരുന്നു. അപ്പോൾ രണ്ടാമത്തെ കൂട്ടർക്ക് ഭയങ്കര അതൃപ്തിയായി. അത് കണ്ടപ്പോഴായിരിക്കും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ കുറച്ച് പേർക്ക് കൂടുതൽ കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ സത്യമാർഗത്തിൽ നിന്നും അല്ലെങ്കിൽ സത്യവിശ്വാസത്തിൽ നിന്നും മാറിപ്പോയേക്കാം, അല്ലെങ്കിൽ അവർക്ക് ക്ഷമ നഷ്ടപ്പെട്ടേക്കാം. ഞാൻ ആർക്കെങ്കിലും കൊടുക്കാതിരുന്നാൽ അതിൻ്റെ അർത്ഥം അവരുടെ ഉള്ളിൽ അള്ളാഹു വളരെയധികം നന്മയും തൃപ്തിയും, അത് കിട്ടാതെ തന്നെ കിട്ടിയതിൻ്റെ ഒരു സുഖം ഉണ്ടാവും, അവർക്ക് സംതൃപ്തിയും അള്ളാഹു അവരുടെ ഹൃദയങ്ങളിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആർക്കെങ്കിലും കൊടുക്കാതിരുന്നാൽ അതാകുന്നു കാരണം. അങ്ങനെ അംർ ഇബ്നു സാലിബ് അതിനകത്ത് ഒരാളായിരുന്നു. അംർ ഇബ്നു സാലിബ് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വചനം എനിക്ക് ചുവന്ന ഒട്ടകങ്ങളെക്കാൾ ഇഷ്ടമായിരുന്നു. അപ്പോൾ അതായത് അള്ളാഹു അവർക്ക് കുറച്ച് നന്മയും തൃപ്തിയും ഒക്കെ അവരുടെ ഹൃദയങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർക്കൊന്നും കൊടുക്കാതിരുന്നത്, അല്ലെങ്കിൽ അവർക്ക് കുറച്ച് കൊടുത്തത്. അപ്പോൾ അവർ നല്ല ആളുകളാണ് എന്നറിയുമ്പോൾ ഉള്ളൊരു സന്തോഷമാണ്. അംർ ഇബ്നു സാലിബ് പറയുന്നത്, എനിക്ക് അതാവുന്നു ചുവന്ന ഒട്ടകങ്ങളെക്കാൾ ഏറ്റവും ഇഷ്ടം. ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ അറേബ്യയിലെ അന്നത്തെ ഏറ്റവും വില കൂടിയ സാധനമാണ്. ഏറ്റവും വലിയ യാത്രാ മാർഗം, ഏറ്റവും ഡിമാൻഡുള്ള ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഡിമാൻഡുള്ള സാധനമാണ്. ഇന്ന് പറയുകയാണെങ്കിൽ നല്ല മെർസിഡസ് ബെൻസെന്നോ BMW എന്നൊക്കെ പറയുന്നത് പോലത്തെ സാധനമാണ് അന്നത്തെ ചുവന്ന ഒട്ടകം. അൽ ഹസൻ വിശദീകരിക്കുന്നു, അംർ ഇബ്നു സാലിബ് ഞങ്ങളോട് പറഞ്ഞതായിട്ട്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറച്ച് സമ്പത്ത് അല്ലെങ്കിൽ യുദ്ധത്തടവുകാരെ കിട്ടി. അദ്ദേഹം അത് വിതരണം ചെയ്തു, മോളി പറഞ്ഞ പോലെ. അത് കുറച്ച് പേർക്ക് കൂടുതൽ കൊടുത്തു, കുറച്ച് പേർക്ക് കുറച്ചോ അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുകയോ ചെയ്തു. ഹദ്ദസനി അംർ ഇബ്നു തഗ്ലിബ റളിയല്ലാഹു അൻഹു ഖാല أعطى رسول الله صلى الله عليه وسلم قوما وآمن آخرين فكأنهم عتبوا عليه فقال إني أعطي قوما أخاف ضلعهم وجزاهم أكلوا أقواما إلى ما جعل الله في قلوبهم من الخير والغناء منهم عمرو بن طالبة فقال عمرو بن طالبة ما أحب لي بكلمة رسول الله صلى الله عليه وسلم حمر النعم. زاد أبو عاصم عن حرير قال سمعت الحسن يقول حدثنا عمرو بن
താലിബ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഊതിയ ബിമാ ഔ ബിസബിയിൻ ഫഖസമഹു ബിഹാദ. അനസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഞാൻ ഖുറൈശികൾക്ക് കൊടുക്കാറുണ്ട്, കാരണം അവരുടെ ഹൃദയങ്ങൾ അവരെ ഇസ്ലാമിലേക്ക് അടുപ്പിക്കാനും അതിൽ പിടിച്ചു നിർത്താനും വേണ്ടിയാവുന്നു. കാരണം അവർ അവരുടെ അജ്ഞാനകാലത്തെ ജീവിതത്തിനോട് വളരെ അടുത്തവരായിരുന്നു. അതായത് ഈ ശിർക്കും അടിമക്കച്ചവടവും സ്ത്രീകളെ കച്ചവടം ചെയ്യുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളും തിന്മ ലോകത്തിൽ പ്രതീക്ഷിക്കാവുന്ന എല്ലാം അവർ ചെയ്തിരുന്നു. അത് അവരിപ്പം അങ്ങോട്ട് നിർത്തിയേ ഉള്ളൂ. അതായത് അവർ തിന്മയോട് വളരെ അടുത്തവരാകുന്നു, അജ്ഞത അല്ലെങ്കിൽ ജാഹിലിയത്തിനോട്, നന്മയോട് അവരധികം അടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കാനും ഇസ്ലാമിൽ പിടിച്ചു നിർത്താനും ഒക്കെ വേണ്ടിയിട്ട് കൂടുതൽ കൊടുക്കാറുണ്ടായിരുന്നു. അതായത് അവർ പുതു മുസ്ലിങ്ങളാണ്, ഇസ്ലാം അവരുടെ ഉള്ളിൽ സമ്പൂർണ്ണമായിട്ട് കയറിയിട്ടില്ല. നമുക്കും ഇതൊക്കെ ഓർത്തിരിക്കേണ്ടതാണ്. പുതു ഇസ്ലാമിനെ നമ്മൾ സംതൃപ്തി ഉള്ളവരാക്കി വേണം നിർത്താൻ. അവർക്ക് ആവശ്യമുള്ളതൊക്കെ ചെയ്തു കൊടുക്കുകയും അവരെ ഇസ്ലാമിൽ തൃപ്തിയുള്ളവരാക്കുകയും ചെയ്തില്ലെങ്കിൽ അവർ ഒരു പക്ഷേ തിരിച്ചു പോയേക്കാം. അനസ് റളിയല്ലാഹു അൻഹു ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ഊതി ഖുറൈശൻ അതഅല്ലഫഹും ലിഅന്നഹും ഹദീദു അഹ്ദിൻ ബിജാഹിലിയ്യ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹു അവൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേളിൽ അത് അവതരിപ്പിച്ചു, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. അതായത് ഹവാസിൻ ഗോത്രത്തിൻ്റെ ഫയ്യ അല്ലെങ്കിൽ അവരുടെ സമ്പത്തുകൾ, യുദ്ധമുതലുകൾ അദ്ദേഹം വിതരണം ചെയ്തപ്പോൾ ഖുറൈശികൾക്ക് ഒരാൾക്ക് 100 ഒട്ടകം വെച്ചൊക്കെ കൊടുത്തു. അപ്പോൾ അത്രയധികം സമ്പത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അൻസാരികൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പരാതി പറഞ്ഞു, അള്ളാഹു അദ്ദേഹത്തിൻ്റെ പ്രവാചകന് പുറത്തു കൊടുക്കട്ടെ. അപ്പോൾ പ്രവാചകൻ എന്തോ തെറ്റ് ചെയ്യാണ് എന്നുള്ള രീതിയിലാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. അദ്ദേഹം ഖുറൈശികൾക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആളുകൾക്ക് കൂടുതൽ കൊടുക്കുകയും ഞങ്ങളെ വെറുതെ വിടുകയും ചെയ്യുന്നു. സത്യാവസ്ഥ ഇതാണെന്നിരിക്കെ, അതായത് ഞങ്ങളുടെ വാളുകളിൽ നിന്നും ചോര ഇപ്പോഴും ഇറ്റ് വീണുകൊണ്ടിരിക്കുകയാണ് അക്രമികളുടെ. അതായത് ഞങ്ങളാണ് കൂടുതൽ യുദ്ധം ചെയ്തത്, കഷ്ടപ്പെട്ടത് എന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ സംഭവത്തെ പറ്റി അറിയിപ്പിക്കപ്പെട്ടപ്പോൾ അൻസാരികളെ അദ്ദേഹം വിളിച്ചു. ഒരു തൊലി കൊണ്ടുണ്ടാക്കിയ ഒരു ടെൻ്റായിരുന്നു കൂടാരം. എന്നിട്ട് അവരോടൊപ്പം വേറെ ആരെയും വിളിച്ചിട്ടില്ല, അൻസാരികൾ മാത്രം. അവരെല്ലാവരും കൂടി ചേർന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിടയ്ക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, എന്നെ അറിയിക്കപ്പെട്ട ഈ വചനത്തിൻ്റെ അല്ലെങ്കിൽ ഈ വാക്കിൻ്റെ അർത്ഥം എന്താകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം എന്താകുന്നു? അവരിലെ പണ്ഡിതന്മാരായ ആളുകൾ അല്ലെങ്കിൽ പഠിച്ചവർ പറഞ്ഞു, അല്ലെ അള്ളാഹുവിൻ്റെ റസൂലേ, ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പണ്ഡിതന്മാർ ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല, ചെറുപ്പക്കാർ ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ആണ് അങ്ങനെ പറഞ്ഞത്. അതായത് അള്ളാഹു അവൻ്റെ പ്രവാചകന് പുറത്തു കൊടുക്കട്ടെ, അദ്ദേഹം ഖുറൈശികൾക്ക് കൂടുതൽ കൊടുക്കുകയും അൻസാരികളായ ഞങ്ങളെ വെറുതെ വിടുകയും ചെയ്തു. ഞങ്ങളുടെ വാളുകളിൽ നിന്നും രക്തം ഇപ്പോഴും ഇറ്റു വീണുകൊണ്ടിരിക്കുന്നു, അക്രമികളുടെ രക്തം. എന്നിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അക്രമത്തിനോടും അനീതിയോടും ഇപ്പോഴും അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കാറുണ്ട്. അതായത് അവരിപ്പോൾ മുസ്ലിം ആളുകൾ, ഇതിനു മുമ്പ് അവരെല്ലാവരും തലതെറിച്ച ആളുകൾ ആയിരുന്നു. അതായത് പുതു ഇസ്ലാം. അവരുടെ വിശ്വാസം വളരെ ചെറുതായിരിക്കും, അല്ലെങ്കിൽ നേർത്തതായിരിക്കും, ലളിതമായിരിക്കും. അവരുടെ ഹൃദയങ്ങളിൽ അത് അങ്ങ് ഉറച്ചിട്ടുണ്ടാവില്ല. ആളുകൾ പോകുന്നത് കണ്ടാൽ നിങ്ങൾക്ക് സന്തോഷം അല്ലെങ്കിൽ തൃപ്തി ആവുകയില്ലേ സമ്പത്തുമായി? പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടൊപ്പം നിങ്ങളുടെ വീടുകളിലേക്കാണ് തിരിച്ച് വരുന്നത്. അത് കണ്ടാൽ നിങ്ങൾക്ക് തൃപ്തിയാവുകയില്ലേ? അതായത് സമ്പത്തൊക്കെ വല്ലവരും കൊണ്ടുപോകണു, പക്ഷെ ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അള്ളാഹുവാണേ താങ്കൾ എന്തുമായിട്ടാണോ ഞങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് അതാകുന്നു ഞങ്ങൾക്കിഷ്ടം, മറ്റുള്ളവർ എന്തൊക്കെ എടുത്തുകൊണ്ടാണോ പോകുന്നത് അതിനേക്കാളും. അൻസാരികൾ മറുപടി പറഞ്ഞു. എന്നിട്ട് റസൂൽ വീണ്ടും ചോദിക്കുകയാണ്, അള്ളാഹുവാണേ ഞാൻ നിങ്ങളോടൊപ്പം എന്താണോ എടുത്തുകൊണ്ട് വരുന്നത് അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരുന്നത് നിങ്ങളുടെ കൂട്ടത്തിലേക്ക്, അതല്ലേ നല്ലത് മറ്റുള്ളവർ എന്തെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നതിനേക്കാൾ? അപ്പോൾ അൻസാരികൾ പറഞ്ഞു, അതെ അല്ലേ അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾ തൃപ്തരായിരിക്കുന്നു. എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, മുന്നോട്ടും, അതായത് നിങ്ങൾ ഇനിയും അങ്ങനെ കാണും എനിക്ക് ശേഷം മറ്റുള്ളവരെ കൂടുതൽ പരിഗണിക്കുന്നവരെ. അപ്പം എന്തെങ്കിലും കാരണം ഉണ്ടാവാം, കാരണം ഇല്ലായിരിക്കാം, പക്ഷേ ഇത് എന്നും ഉണ്ടാവും
ഈ ലോകാവസാനം വരെ ഇങ്ങനെ ഉണ്ടാവും. കുറച്ച് പേർക്ക് കൂടുതൽ കിട്ടുകയും കുറച്ച് പേർക്ക് കുറച്ച് കിട്ടുകയും ചെയ്യും. അത് കാണുമ്പോൾ നിങ്ങൾ ക്ഷമിച്ചിരിക്കുക. അള്ളാഹുവിനെ അവൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കണ്ട് മുട്ടുന്നത് വരെ അൽ ഹൗലുൽ കൗസറിൽ വച്ച്. അനസ് കൂട്ടിച്ചേർക്കുന്നു, പക്ഷേ ഞങ്ങൾ ക്ഷമിച്ച് ഇരിക്കുന്നവർ ആയിരുന്നില്ല. അഖ്ബർനി അനസ് ബിൻ മാലിക് അന്ന നാസം മിനൽ അൻസാരി ഖാലു ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന അഫാ അല്ലാഹു അലാ റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അംവാലി ഹവാസിന മാ ഫഅ ഫതഫിഖ യുഅതി റിജാലൻ മിൻ ഖുറൈശിൻ അൽ മിഅത മിനൽ ഇബ്ലി ഫഖാലു യഗ്ഫിറുല്ലാഹു ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യുഅതി ഖുറൈശൻ വയദൗന وسيوفنا تقطر من دمائهم. قال أنس فحدث رسول الله صلى الله عليه وسلم بمقالتهم فأرسل إلى الأنصار فجمعهم في قبة من ندم ولم يدعو معهم أحدا غيرهم. فلما اجتمعوا جاءهم رسول الله صلى الله عليه وسلم فقال ما كان حديث بلغني عنكم. قال له فقهاؤهم أما ذو رأينا فلم يقولوا شيئا وأما أناس منا حديثة أسنانهم فقالوا يغفر الله لرسول الله صلى الله عليه وسلم يعطي قريشا ويترك الأنصار وسيوفنا تقطر من دمائهم. فقال رسول الله صلى الله عليه وسلم إني لا أعطي رجالا حديث عهدهم بكفر أما ترضون أن يذهب الناس بالأموال وترجعوا إلى رحالكم برسول الله صلى الله عليه وسلم فوالله ما تنقلبون به خير مما ينقلبون به. قالوا بلى يا رسول الله قد رضينا. فقال لهم إنكم سترون بعدي أثرة شديدة فاصبروا حتى تلقوا الله ورسوله صلى الله عليه وسلم على الحوض. قال أنس فلم നസ്ബിർ. ജുബൈർ ബിൻ മുത്തൈം വിശദീകരിക്കുന്നു, അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിനോടൊപ്പം ആയിരുന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ആളുകളും ഉണ്ടായിരുന്നു. ഹുനൈനിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു. അപ്പോൾ ആട്ടിടയന്മാർ, ഈ നാട്ടോടികളായ ആളുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സാധനങ്ങൾ ചോദിച്ചു വാങ്ങിക്കാൻ തുടങ്ങി. അതായത് ഒരു യാചിച്ച് മേടിക്കുന്നത് പോലെയായിരുന്നു. പുതുമുസ്ലിങ്ങൾ അല്ലെങ്കിൽ മക്ക മദീന സിറ്റിയിലുള്ളവരല്ല, സിറ്റിക്ക് പുറത്തുള്ള നാട്ടിൻപുറത്തായ ഉള്ള ആളുകൾ, അവർക്ക് ആ ഈമാൻ ഈ പറയുന്ന റസൂലിനുള്ള ബഹുമാനമൊന്നും പൂർണ്ണമായിട്ടും ആയിട്ടില്ല. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ ഇടിച്ചു കൂടിയിട്ട് റസൂലിനെ ഒതുക്കി ഒരു സമൂറ മരത്തിൻ്റെ ചോട്ടിലായി. റസൂൽ മൂലയ്ക്കായിപ്പോയി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ റിദാ വരെ അവർ മേടിച്ചെടുത്തു. അതായത് കമീസ് എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഷർട്ട് എന്ന് പറയുന്ന മേലുടുപ്പ് വരെ അവർ മേടിച്ചെടുത്തു. അതായത് നിന്ന് വെപ്പിൽ സകലതും അടിച്ചു മാറ്റിക്കൊണ്ടുപോയി. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, എൻ്റെ റിദാ എനിക്ക് തിരിച്ചു തരൂ. എനിക്ക് ഈ മരങ്ങളെ പോലെ, അപ്പോൾ അവിടെ കുറേ മരങ്ങളുള്ള സ്ഥലമായിരിക്കും, അതുപോലെ എൻ്റെ അടുത്ത് ഒട്ടകങ്ങളുണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് മുഴുവൻ നിങ്ങൾക്കിടയിൽ വീതം വെച്ച് തരുമായിരുന്നു. നിങ്ങൾ എന്നെ ഒരു പിശുക്കനായോ നുണയനായോ അല്ലെങ്കിൽ പേടിത്തൊണ്ടനായോ കാണുമായിരുന്നില്ല. أن محمد بن جبير قال أخبرني جبير بن مطعم أنه بين هو مع رسول الله صلى الله عليه وسلم ومعه الناس مقفله من حنين علقت رسول الله صلى الله عليه وسلم الأعراب يسألونه حتى اضطروه إلى سمرة فخطفت رداءه فوقف رسول الله صلى الله عليه وسلم فقال ائتوني ردائي فلو كان عدد هذه الرضاء ناما لقسمته بينكم ثم لا تجدونني بخيلا ولا كذوبا ولا جبانا. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം ആയിരുന്നപ്പോൾ അദ്ദേഹം നജ്റാനി ബുർദ് എന്ന് പറയുന്ന ഒരു തരം മേലുടുപ്പ് ഇട്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ അരികൊക്കെ നല്ല കട്ടിയുള്ളതായിരുന്നു. നാട്ടിൻപുറത്തുകാരൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നിട്ട് അതേ പിടിച്ച് വലിക്കാൻ തുടങ്ങി. ഭയങ്കരമായിട്ടാണ് വലിച്ചത്. അത് ഒരു ദയൊന്നുമില്ല, അവർക്ക് ആ ഉടുപ്പ് വേണം, അത്രേ ഉള്ളൂ. അത് റസൂലാണോ അല്ലയോ ഒന്നും അറിയണ്ട. വലിച്ചപ്പോൾ അതിൻ്റെ വലിപ്പ് അല്ലെങ്കിൽ ഉടുപ്പിൻ്റെ അരികുകൾ ഭയങ്കര കട്ടിയുള്ളതായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തോളിൽ അടയാളം വന്നു ആ വലിച്ചപ്പോൾ, ചുവന്ന് ചോര കല്ലിച്ചെടുക്കുന്ന പോലത്തെ. എന്നിട്ട് ആ നാട്ടുപുറത്താരൻ പറഞ്ഞു, എനിക്ക് ഉത്തരവ് തരൂ, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സമ്പത്തിൽ നിന്ന് കിട്ടിയതിൽ നിന്ന് എന്തെങ്കിലും എനിക്കും തരൂ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവൻ്റെ നേരെ തിരിഞ്ഞു, എന്നിട്ട് ചിരിച്ചു, എന്നിട്ട് ഉത്തരവിട്ടു, അവന് എന്തെങ്കിലും സമ്മാനം കൊടുക്കൂ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു
قال كنت أمشي مع النبي صلى الله عليه وسلم وعليه برد نجرانيا غليظ الحاشية فأدركه أعرابي فجذبه جذبة شديدة حتى نظرت إلى صفحة عاتق النبي صلى الله عليه وسلم قد أثرت به حاشية الرداء من شدة جذبته ثم قال مر لي من مال الله الذي عندك فالتفت إليه فضحك ثم أمر له بغطاء. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.